ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന സോഷ്യൽ സയൻസിൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂപടം പരിശോധിച്ച് സൂചനകളിൽ നിന്നും ജില്ലകളെ കണ്ടെത്തി എഴുതും. ഫസ്റ്റ് ഹിൻസ്: District of Kerala that share borders with Karnataka State District. എന്താ പറഞ്ഞിരിക്കുന്നത്? കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഒന്ന് അവിടെ വയനാട് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താ മക്കളെ വരുക? ഏതായിരിക്കും മക്കളെ? പിക്ചർ മാപ്പ് നോക്കിയേ. കണ്ണൂരും കാസർഗോഡും അല്ലേ? അടുത്തത് ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് ഓൺലി വൺ ഡിസ്ട്രിക്റ്റ്. ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാ മക്കളെ? അവിടെ കാസർഗോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം എന്തായിരിക്കും വരിക? തിരുവനന്തപുരം. അടുത്തത് ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതായിരിക്കും മക്കളെ? അവിടെ മലപ്പുറം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം എന്തെല്ലായിരിക്കും? കോട്ടയം, ആലപ്പുഴ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, atmosphere is one of the features that distinguish the earth from other planets. എന്താ പറഞ്ഞിരിക്കുന്നത്? അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകളിൽ ഒന്ന്. എന്ന് നമുക്ക് ചോദ്യം നോക്കാം. റൈറ്റ് എ നോട്ട് എക്സ്പ്ലെയിനിങ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തായിരിക്കും മക്കളെ? ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിംഗ് ദ എർത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. The atmosphere plays a crucial role in sustaining life on the earth by regulating heat and cold. The features that distinguish the earth from other planets is its atmosphere. Next question. The earth appears blue in the image captured from space because ബഹിരാകാശത്ത് നിന്ന് എടുക്കുന്ന ചിത്രങ്ങളിൽ ഭൂമി നീല നിറമായി തോന്നാനുള്ള കാരണം എന്താണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മോസ്റ്റ് ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും ജലമായതിനാൽ. അടുത്തത് ദ എർത്ത് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലോറ ആൻഡ് ഫൈന. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിൽ ധാരാളം സസ്യജാലങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അടുത്തത് ദ എർത്ത് ഹാസ് ആൻ അറ്റ്മോസ്ഫിയർ. ഭൂമിയിൽ അന്തരീക്ഷം ഉള്ളതുകൊണ്ട്. അടുത്തത് സൺലൈറ്റ് റിഫ്ലക്ട് ഓൺ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഏതായിരിക്കും മക്കളെ ഇതിൻ്റെ ആൻസർ? ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും ജലമായതിനാൽ അല്ലേ? Most of the Earth's surface is filled with water. Next activity 3. All citizens are equal before law. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. Name 2 agencies that we approach when there are instances of dispute and conflict in society. എന്താ പറഞ്ഞിരിക്കുന്നത്? സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണാൻ നാം സമീപിക്കുന്ന 2 സംവിധാനങ്ങളുടെ പേരെഴുതുക. അപ്പം എന്തൊക്കെയായിരിക്കും മക്കളെ? ലോക്കൽ സെൽഫ് ഗവർണൻസ് വിജിലൻസ് കമ്മിറ്റീസ്, തദ്ദേശ സ്വയംഭരണ ജാഗ്രതാ സമിതികൾ. നെക്സ്റ്റ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്, ജനപ്രതിനിധികൾ. പിന്നെ പോലീസ് സ്റ്റേഷൻസ്. പിന്നെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകൾ. അടുത്തത് കമ്മീഷനുകൾ. അടുത്തത് കോടതികൾ. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്തത് കംപ്ലീറ്റ് ദ ഡയഗ്രാം റെപ്രസെൻറ്റിംഗ് ദ ഹെയറാർച്ചി ഓഫ് കോർട്സ് ഫങ്ഷനിങ് ഇൻ അവർ കൺട്രി. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന കോടതികളുടെ ശ്രേണീഘടന ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക. ഫസ്റ്റ് എന്താ മക്കളെ? സുപ്രീം കോടതി അല്ലേ? അടുത്ത എന്താ വരിക? ഹൈക്കോടതികൾ. അടുത്തതോ ഡിസ്ട്രിക്ട് കോർട്ട്, ജില്ലാ കോടതികൾ. അടുത്തത് സെഷൻ കോർട്സ്, കീഴ്ക്കോടതികൾ.
നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ വെൽഫെയർ പെൻഷൻ ഈസ് വൺ ഓഫ് ദ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് പ്രൊവൈഡ് ടു ദ വെർണബിൾ ഗ്രൂപ്പ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദുർബല വിഭാഗങ്ങൾക്ക് നൽകുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഹൂ ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ വെൽഫെയർ പെൻഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ ആര്? ഫസ്റ്റ്, വിഡോസ് വിധവകൾ. ബി, സോൾജിയേഴ്സ് സൈനികർ. സി, ഗവൺമെൻറ് എംപ്ലോയീസ് സർക്കാർ ജീവനക്കാർ. ഡി, ടീച്ചേഴ്സ് അധ്യാപകർ. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ? വിഡോസ് അല്ലേ, വിധവകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്കീം ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. സൂചനകൾക്ക് അനുയോജ്യമായ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. ഏതെല്ലാം പദ്ധതികൾ? സ്കീംസ്: കൈവല്യ, തീരമൈത്രി, വിദ്യാവാഹിനി, ലൈഫ് മിഷൻ. ഫസ്റ്റത്തെ, കംപ്ലീറ്റ് ഹൗസിംഗ് സ്കീം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. അപ്പോൾ ഏതായിരിക്കും മക്കളെ? ലൈഫ് മിഷൻ അല്ലേ. നെക്സ്റ്റ്, സ്കീം ഇൻ വിസേജ് ടു എസെൻഷ്യൽ സോഷ്യൽ എക്കണോമിക് എംപവർമെൻറ്റ് ഓഫ് ഫിഷർ വുമൺ. എന്താ പറഞ്ഞിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിനുള്ള പരിപാടി. അപ്പോൾ ഏതായിരിക്കും മക്കളെ? തീരമൈത്രി അല്ലേ. അടുത്തത്, റീഹാബിലൈറ്റേഷൻ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ദ ഡിഫറൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി. അപ്പോൾ ഏതായിരിക്കും മക്കളെ? കൈവല്യ. അടുത്തത്, പ്രൊജക്റ്റ് ടു പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ടു റീച്ച് ദ സ്കൂൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലേക്കുള്ള യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി. അപ്പോൾ ഏതായിരിക്കും മക്കളെ? വിദ്യാവാഹിനി. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ഒബ്സർവ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. റൈറ്റ് ദ ഐഡിയ കൺവേഡ് ഇൻ ഈച്ച് പിക്ചേഴ്സ് ഇൻ ദ ബോക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഓരോ ചിത്രത്തിൻ്റെയും നേർക്ക് ശരിയായ ആശയങ്ങൾ കണ്ടെത്തി എഴുതുക. വിയർ ഹെൽമെറ്റ്, നോ സൈക്ലിംഗ്, നോ പെഡസ്ട്രിയൻ, ഡോണ്ട് ഹോൺ. ഇനി നമുക്ക് ഫസ്റ്റ് ചിത്രം നോക്കിയ മക്കളെ, എന്തായാലും കാണുന്നത്? അപ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? സൈക്കിളിൻ്റെ പിക്ചർ അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതുക? നോ സൈക്ലിംഗ്. അടുത്തത് നോക്കിയ മക്കളെ, ബി എന്തായിരിക്കും? കാൽനട യാത്ര പാടില്ല അല്ലേ. എന്തായിരിക്കും അവിടെ വരിക? നോ പെഡസ്ട്രിയൻ. അടുത്തത് സി, ഹോൺ പാടില്ല അല്ലേ, ഡോൺ ഹോൺ. അടുത്തത് ഹെൽമറ്റ് ധരിക്കുക അല്ലേ. അവിടെ എന്താ വരിക? വിയർ ഹെൽമറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡസ് നോട്ട് മാച്ച് ദ ഗൈഡ്ലൈൻസ് ഫോർ സേഫ്റ്റി ഓർ പെഡസ്ട്രിയൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽനട യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ യോജിക്കാത്തത് ഏത്? അപ്പോൾ ഫസ്റ്റ് എന്താ മക്കളെ? പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓൺ ദ റോഡ്. കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. അടുത്തത്, പ്രയോറിറ്റി ഈസ് ഗിവൺ ടു പെഡസ്ട്രിയൻ അറ്റ് സീബ്ര ക്രോസിംഗ്. സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന. അടുത്തത്, ഇഫ് ദർ ആർ ഫുട്പാത്ത് പെഡസ്ട്രിയൻ ഷുഡ് യൂസ് ദം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫുട്പാത്ത് ഉള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർ ഫുട്പാത്തിലൂടെ സഞ്ചരിക്കണം. അടുത്തത്, പെഡസ്ട്രിയൻ ക്യാൻ മൂവ് ത്രൂ എനി സൈഡ് ഓഫ് ദ റോഡ്. കാൽനട യാത്രക്കാർക്ക് റോഡിൻ്റെ ഏത് വശങ്ങളിലൂടെയും സഞ്ചരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മക്കളെ യോജിക്കാത്തത്? കാൽനട യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ യോജിക്കാത്തത് ഏതായിരിക്കും? ഡി അല്ലേ. കാൽനട യാത്രക്കാർക്ക് റോഡിൻ്റെ ഏത് വശങ്ങളിലൂടെയും സഞ്ചരിക്കാവുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ഓൾ ലിവിങ് തിങ്സ് ഓൺ എർത്ത്. കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ദാറ്റ് ഷോസ് ദ സൈഡ് ഇഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക. അപ്പോൾ എന്തെല്ലായിരിക്കും മക്കളെ? ഗ്ലോബൽ ടെമ്പറേച്ചർ ഈസ് റൈസിങ്, റൈസിങ് സീ ലെവൽസ് ആൻഡ് സുനാമി ഡിസാസ്റ്റർ,
പിന്നെ ലാൻഡ് സ്ലൈഡ്സ്, നോട്ട് സീസണൽ ആൻഡ് ഫ്ലുക്ച്വറിംഗ് റെയിൻഫാൾ, ഡ്രോട്ട്സ്, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ആനിമൽസ് ദാറ്റ് സീൻ ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവി ഏതായിരിക്കും മക്കളെ? camel അല്ലേ, ഒട്ടകം. അടുത്തത് ആക്ടിവിറ്റി 7, ഡോണ്ട് യു റിമെമ്പർ ദ വില്ലേജ് സൈറ്റ്സ് ദാറ്റ് പീലി ആൻഡ് ഹെർ ഫ്രണ്ട്സ് വാച്ച്. എന്താ പറഞ്ഞിരിക്കുന്നത്? പീലിയും കൂട്ടുകാരും കണ്ട ഗ്രാമക്കാഴ്ച ഓർമ്മയുണ്ടല്ലോ. യൂസിങ് ദ ഹെൻസ് ഗിവൺ ബിലോ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ നാടിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ: ഫുഡ് ഹാബിറ്റ്, ഭക്ഷണ രീതികൾ; ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി; സെലിബ്രേഷൻ, ആഘോഷങ്ങൾ; മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്, കൃഷിരീതികൾ. അപ്പം അത് മക്കൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ ദ പ്ലഗ് ഫീൽഡ് ഇൻ പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിൽ ഉഴുതുമറിച്ച വയലിൽ നടത്തുന്ന മത്സരത്തിൻ്റെ പേരെന്താണ്? എന്തായിരിക്കും മക്കളെ? കാളപൂട്ട് മത്സരം അല്ലേ? അപ്പം നമ്മൾ ഈ എക്സാമിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആൻസേഴ്സ് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.